പള്ളിക്കൂദാശക്കാലം 2-ാം വ്യാഴം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് സാമാന്യജനം. അതിനായി ഏറെ കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടും. പക്ഷേ മറ്റുള്ളവർ അതംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാകും. തങ്ങൾക്ക് എതിരാളികളായി നിൽക്കുന്നവരുടെ സ്വഭാവദൂഷ്യവും മറ്റും പറഞ്ഞു പരത്തി മനസ്സുഖം അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ ഇതിൽ നിന്നും തീർത്തും വിഭിന്നമാണ് സ്നാപയോഹന്നാൻ. സർവപ്രതാപത്തിലായിരിക്കുമ്പോഴും എത്ര ഭവ്യതയോടുകൂടിയാണ് അവൻ തൻ്റെ പിൻഗാമിയെ അംഗീകരിക്കുന്നത്. തനിക്കുള്ളതെല്ലാം സൗജന്യമായി നൽകപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യബോധം അവനുണ്ടായിരുന്നു. ഇത് മനുഷ്യൻ സ്വായത്തമാക്കേണ്ട ഒരു ദൈവിക ഭാവമാണ്. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. ഈ അനിതര സാധാരണ സ്വഭാവഗുണം കണ്ടത് കൊണ്ടാണ് യേശു അവനെക്കുറിച്ച് പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവർ ആരുമില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഒരാൾ പ്രയത്നിക്കുന്നു, മറ്റുള്ളവർ അനുഭവിക്കുന്നു എന്നതാണ് ലോകത്തിൽ കാണുന്ന സാമാന്യ തത്വം. ഇന്ന് നാം അനുഭവിക്കുന്നതൊക്കെ നമ്മുടെ മാതാപിതാക്കളും മുൻഗാമികളും പ്രദാനം ചെയ്തിട്ടുള്ളവയാണ്. വിതയ്ക്കുന്നവൻ ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ.